മിഡിൽ ഈസ്റ്റിനെ വീണ്ടും പൂർണ്ണമായ ഒരു യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് കനത്ത സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. ദീർഘനാളത്തെ നയതന്ത്ര ചർച്ചകൾക്കൊടുവിൽ ഇസ്രയേലും ലബനനും തമ്മിൽ പ്രഖ്യാപിച്ച പുതിയ വെടിനിർത്തൽ സമാധാന കരാർ വ്യവസ്ഥകളെ ഹിസ്ബുള്ള പൂർണ്ണമായി തള്ളിക്കളഞ്ഞതാണ് ഇപ്പോഴത്തെ വൻ സ്ഫോടനാത്മക സാഹചര്യത്തിന് കാരണമായിരിക്കുന്നത്. ഈ കരാറിനെ രാജ്യാന്തര സമൂഹം പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടതെങ്കിലും ലബനനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അത് കടുത്ത വിള്ളലുകളാണ് വീഴ്ത്തിയിരിക്കുന്നത്. കരാർ പ്രഖ്യാപനത്തിന് പിന്നാലെ ഹിസ്ബുള്ളി അനുകൂലിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി ബെയ്റൂട്ടിന്റെ തെരുവുകളിലേക്ക് ഇരച്ചെത്തിയത്. ഇസ്രയേലുമായി യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രകടനം. ലബനന്റെ പരമാധികാരത്തെ പണയപ്പെടുത്തുന്നതാണ് ഈ പുതിയ ചട്ടക്കൂടെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ നഗരത്തിലുടനീളം അക്രമം അഴിച്ചുവിടുകയായിരുന്നു. നഗരത്തിലെ തന്ത്രപ്രധാനമായ റോഡുകളെല്ലാം തന്നെ പ്രതിഷേധക്കാർ വളരെ പെട്ടെന്ന് കൈയടക്കി. നൂറുകണക്കിന് മോട്ടോർ സൈക്കിളുകളിൽ അണിനിരന്ന ഹിസ്ബുള്ള അനുകൂലികൾ ബെയ്റൂട്ടിന്റെ തെരുവുകളിൽ ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പ്രകടനം നടത്തി. ലബനൻ പാർലമെന്റ് മന്ദിരത്തിന് സമീപമുള്ള റോഡുകളിലും അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന പാതകളിലും ഈ ബൈക്ക് റാലികൾ കേന്ദ്രീകരിച്ചത് നഗരത്തെ പൂർണ്ണമായും നിശ്ചലമാക്കി. പ്രതിഷേധത്തിന്റെ ഭാഗമായി നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലും തെരുവുകളിലും പ്രകടനക്കാർ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ചു. ബെയ്റൂട്ടിന്റെ ആകാശത്തേക്ക് കറുത്ത പുകപടലങ്ങൾ ഉയർന്നതോടെ വൻ യുദ്ധസമാനമായ ദൃശ്യങ്ങളാണ് ജനങ്ങൾ കണ്ടത്. റോഡുകളിൽ തീയിട്ടതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാർ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ മണിക്കൂറുകളോളം തെരുവിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു. ഇസ്രയേലിനും പ്രസ്തുത കരാറിനുമെതിരെ കടുത്ത ഭാഷയിലുള്ള മുദ്രാവാക്യങ്ങളാണ് തെരുവിൽ ഉയർന്നു കേട്ടത്. തങ്ങളുടെ പോരാട്ട വീര്യത്തെ തകർക്കാൻ ഇത്തരം അന്താരാഷ്ട്ര കരാറുകൾക്ക് സാധിക്കില്ലെന്ന് പ്രഖ്യാപിച്ച പ്രതിഷേധക്കാർ ഹിസ്ബുള്ളിയുടെ ആയുധങ്ങൾ താഴെ വയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന ഏതൊരു നീക്കത്തെയും ചോരയൊഴുക്കിയും ചെറുക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇത് ലബനൻ ഭരണകൂടത്തിന് വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. സ്ഥിതിഗതികൾ അതിവേഗം കൈവിട്ടു പോകുമെന്ന് ബോധ്യമായതോടെ ലബനൻ സൈന്യം കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചു. അക്രമം പടരാതിരിക്കാൻ ബെയ്റൂട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈന്യം അടിയന്തരമായി താൽക്കാലിക ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. പ്രധാന സർക്കാർ മന്ദിരങ്ങൾക്കും വിദേശ നയതന്ത്ര കാര്യാലയങ്ങൾക്കും ചുറ്റും സൈനിക വ്യൂഹത്തെ വിന്യസിച്ചിരിക്കുകയാണ്. എന്തു വില കൊടുത്തും ക്രമസമാധാനം നിലനിർത്താനാണ് സുരക്ഷാ സേനയുടെ ശ്രമം. എങ്കിലും സൈന്യത്തിന്റെ സാന്നിധ്യം വകവയ്ക്കാതെ പലയിടങ്ങളിലും പ്രതിഷേധക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി കൊമ്പ് കോർത്തു. ജനവാസ മേഖലകളിലേക്ക് അക്രമം പടരുമോ എന്ന ഭീതിയിൽ നഗരവാസികൾ വീടുകൾക്കുള്ളിൽ തന്നെ കഴിയുകയാണ്. മുൻകാലങ്ങളിലുണ്ടായ കടുത്ത ആഭ്യന്തര യുദ്ധത്തിന്റെ ഓർമ്മകളെ ഉണർത്തുന്നതാണ് ബെയ്റൂട്ടിലെ ഇപ്പോഴത്തെ ദൃശ്യങ്ങളെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിലും ലബനൻ എന്ന രാജ്യം എത്രത്തോളം ആഴത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്ന ജനരോഷം. രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങൾ യുദ്ധത്തിൽ നിന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ സമാധാനം ആഗ്രഹിക്കുമ്പോൾ ഹിസ്ബുള്ളിയും അവരുടെ അനുയായികളും ഇസ്രയേലുമായുള്ള പോരാട്ടം തുടരണമെന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഈ ആഭ്യന്തര വിള്ളൽ ലബനന്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ ഇനിയും കൂടുതൽ മോശം അവസ്ഥയിലേക്ക് എത്തിക്കും. ഇസ്രയേലുമായുള്ള അതിർത്തി സംഘർഷം കാരണം രാജ്യം ഇതിനകം തന്നെ വലിയ തകർച്ച നേരിടുകയാണ്. ടൂറിസവും വിദേശ നിക്ഷേപങ്ങളും പൂർണ്ണമായി നിലച്ച സാഹചര്യത്തിൽ തലസ്ഥാന നഗരത്തിലുണ്ടായ ഈ പുതിയ കലാപം രാജ്യത്തിന്റെ പതനം പൂർത്തിയാക്കുമോ എന്ന ആശങ്കയാണ് സാമ്പത്തിക വിദഗ്ധർ പങ്കുവെക്കുന്നത്. ഹിസ്ബുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ വ്യവസ്ഥകൾ അംഗീകരിക്കുക എന്നത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ആയുധങ്ങൾ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിർത്തി മേഖലകളിൽ നിന്ന് പിൻവാങ്ങുകയോ ചെയ്യുന്നത് തങ്ങളുടെ തന്ത്രപരമായ പരാജയമായി അവർ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളെ അവഗണിച്ചുകൊണ്ട് ലബനൻ സർക്കാർ മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ അതിനെ ആഭ്യന്തരമായി നേരിടുമെന്ന ശക്തമായ സന്ദേശമാണ് അവർ തെരുവ് പ്രകടനങ്ങളിലൂടെ നൽകുന്നത്. മറുഭാഗത്ത് ഇസ്രയേൽ ഭരണകൂടം ഈ സംഭവ വികാസങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ലബനൻ സർക്കാരിന് തങ്ങളുടെ രാജ്യത്തെ ആയുധധാരികളായ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കരാറുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന നിലപാടിലേക്ക് ഇസ്രയേൽ എത്തിയേക്കാം. ഇത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങൾ വീണ്ടും ശക്തമാകുന്നതിലേക്ക് നയിച്ചേക്കാം. ഈ കരാറിന് മധ്യസ്ഥത വഹിച്ച അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ബെയ്റൂട്ടിലെ അക്രമങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലബനനിലെ ജനാധിപത്യ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് ഹിസ്ബുള്ള ശ്രമിക്കുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇത്തരം ബാഹ്യ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങില്ലെന്ന കൃത്യമായ ധിക്കാരമാണ് ഹിസ്ബുള്ള അനുകൂലികൾ തെരുവിൽ പ്രകടിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ലബനനിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇനിയും കൂടുതൽ വഷളാക്കാനാണ് സാധ്യത.
ഭരണപക്ഷത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഹിസ്ബുള്ളിയും തമ്മിലുള്ള തർക്കം ഒരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്കോ അല്ലെങ്കിൽ സായുധ സംഘർഷത്തിലേക്കോ നീങ്ങിയേക്കാം. സൈന്യത്തിന് എത്രത്തോളം നിഷ്പക്ഷമായി നിലകൊള്ളാൻ സാധിക്കുമെന്നതും ഈ പ്രതിസന്ധിയിൽ നിർണായകമാകാം. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് ബെയ്റൂട്ടിലെ ഈ പുതിയ ജനകീയ പ്രക്ഷോഭം. ബാഹ്യശക്തികൾ ഉണ്ടാക്കുന്ന കരാറുകൾക്ക് പ്രാദേശികമായ യാഥാർത്ഥ്യങ്ങളെയും ജനവികാരങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഉദാഹരണമാണിത്. തെരുവുകളിൽ കത്തിയമരുന്ന ടയറുകൾക്കൊപ്പം ലെബനന്റെ സമാധാന പ്രതീക്ഷകൾ കൂടിയാണ് ഇവിടെ ഇല്ലാതാകുന്നത്.